ഹലോ എവരിവൺ, നമ്മൾ ട്രിനിറ്റിയുടെ ഓൺലൈൻ എക്സാം ചെയ്തിട്ട് പേപ്പർ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെയാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൽ ഫോർവേഡ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ട്രിനിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള മെയിലാണ്. ഇതിൽ നമ്മൾ വ്യൂ മൈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ആദ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് കോർണറിലായിട്ട് കാൻഡിഡേറ്റ് നമ്പർ കാണാൻ പറ്റും. ഈ പേജ് ചെറുതായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് വലുതാക്കി കാണണമെങ്കിൽ നമ്മൾ കീബോർഡിലെ കൺട്രോൾ എന്നുള്ള ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. മൗസ് പോയിന്റിൽ ആ കഴ്സറിൽ തിരിക്കുന്ന ആ ഭാഗം അതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതായി വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് കൺട്രോൾ വിട്ടിട്ട് നമുക്ക് ഈ കാൻഡിഡേറ്റ് നമ്പർ ഇത് നമ്മൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കണം. ഈ നമ്പർ നമുക്ക് വേണം. കാൻഡിഡേറ്റ് നമ്പർ എടുത്തിട്ട് നമ്മൾ വീണ്ടും ആ മെയിലിലേക്ക് തന്നെ പോവാം. വ്യൂ മൈ സർട്ടിഫിക്കറ്റിൻ്റെ താഴെയായിട്ട് വരുമ്പോൾ ആ മെയിലിൽ താഴേക്ക് വരുമ്പോൾ പർച്ചേസ് പേപ്പർ സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ ഓക്കെ അടിക്കാം. ഇത് ഇങ്ങനൊരു പേജിലേക്കാണ് വരിക. ഇതിൽ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. പേപ്പർ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും, റീപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച് ഈ ഒരു സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ്. നമ്മൾ റീപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കറക്ഷനൊക്കെ വരുമ്പോഴാണ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ പേപ്പർ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ കാൻഡിഡേറ്റ് നമ്പർ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുള്ളൂ. കാൻഡിഡേറ്റ് നമ്പർ ടൈപ്പ് ചെയ്തു. ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിന് ഏതാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ആ സെയിം ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം. വേറെ ആൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും സെയിം ഇമെയിൽ ഐ ഡി വെച്ച് തന്നെ ചെയ്യണം. നമ്മൾ എവിടെയാണ് എക്സാം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ കാൻഡിഡേറ്റ് നമ്പർ, സെക്കൻഡ് കോളത്തിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി, അതിൻ്റെ താഴെ നമ്മുടെ കൺട്രി കൊടുക്കുക, ഓക്കെ അടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ എക്സാമിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഈ സ്റ്റുഡൻറ്റ് 18 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ മാത്രം ഈ കോളം ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കാം. നമുക്ക് ഇത് ഓർഡർ ചെയ്യേണ്ടത് സെയിം കാൻഡിഡേറ്റിൻ്റെ പേരിലാണെങ്കിൽ ജസ്റ്റ് ഈ സെയിം ആസ് കാൻഡിഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. അതല്ല നമ്മൾ വേറൊരാളുടെ പേരിലാണ് അല്ലെങ്കിൽ ടീച്ചറുടെ പേരിലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. ടീച്ചറുടെയോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന ആളുടെ സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെയോ പേര് നമുക്ക് അവിടെ കൊടുക്കാം. മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ നിർബന്ധമില്ല. ഈ ഫോൺ നമ്പർ നമ്മുടെ ഇന്ത്യൻ ഫോൺ നമ്പർ കൊടുക്കാം. ഈ കൺട്രി എന്നുള്ളത് ഇവിടെ ചേഞ്ച് ചെയ്യാം. സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐ എന്നുള്ള കാറ്റഗറിയിൽ ഇന്ത്യ കാണാൻ പറ്റും. ഫോൺ നമ്പർ ഇന്ത്യക്ക്. അടുത്തത് ഡെലിവറി അഡ്രസ് ഇൻഫർമേഷൻ ആണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഏറ്റവും ബെറ്റർ നമ്മൾ മാനുവലി ഇവിടുത്തെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്താണോ അത് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. പിന്നെ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇവർ ബ്ലൂ ഡാർട്ട് വഴിയാണ് കൊറിയർ അയക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇല്ലെങ്കിൽ ഇത് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് തന്നെ വരും. ചില സമയത്ത് നമ്മൾ ഇന്ത്യ കൊടുക്കുന്ന സമയത്ത് ഇത് റീസെറ്റ് ആവാറുണ്ട്. റീസെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ സെയിം കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. സേവ് ചെയ്യണമെന്ന് ഗൂഗിളിൽ ചോദിക്കുന്നതാണ്, സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിതിൽ എക്സാം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഒരു ഡീറ്റെയിൽസ് വരും. അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ വരും. 450 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ സെലക്ട് അടിക്കുക, എന്നിട്ട് നെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ബാസ്ക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർ നമുക്ക് സെൻഡ് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ചെയ്തത് മ്യൂസിക്കാണ്, ഇന്ത്യയിലാണ് ചെയ്തത്. കാൻഡിഡേറ്റ് നമ്പർ,
സബ്ജക്റ്റ് ഇലക്ട്രോണിക് കീബോർഡ് ആയിരുന്നു. അതിൻ്റെ ടോട്ടൽ പൈസ വരെ 450 രൂപയാണ്. നമ്മൾ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കൺഫർമേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകും. അവിടെ നമ്മൾ നമ്മുടെ ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏത് കാർഡ് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് എനേബിൾഡ് ആയിരിക്കണം. ആ കാർഡിൽ നമ്മൾ ഇന്ത്യയുടെ പുറത്തേക്കാണ് മോസ്റ്റ്ലി ഈ പേയ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അത് എനേബിൾഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ക്യാൻസൽ ആവും പേയ്മെൻറ്റ്. അപ്പോൾ ബില്ലിംഗ് ഡീറ്റെയിൽ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സ്റ്റുഡൻറ്റിൻ്റെ ഇമെയിൽ കൊടുക്കണം, കാരണം ഇതിൻ്റെ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഈ മെയിൽ ID-യിലേക്ക് വരും. എന്നാണ് ഇത് വരിക എന്നുള്ളതൊക്കെ. അഡ്രസ്സ് ഓൾറെഡി അതിൽ നിന്ന് ഇതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ നമ്മുടെ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നത് നമ്മുടെ CVV നമ്പറാണ് കാർഡിൻ്റെ ബാക്കിൽ വരുന്നത്. ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. പിന്നെ കാർഡിൽ ആരുടെ പേരാണുള്ളത് ആ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ കോളംസ് എല്ലാം ടിക്ക് ചെയ്യാം. പ്ലേസ് ഓർഡർ കൊടുക്കാം. നമുക്കൊരു OTP വെരിഫിക്കേഷനാണ്. ആ OTP വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. OTP വന്നിട്ടുണ്ട്. OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ വെരിഫൈ കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതിങ്ങനെ പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു PDF ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളിത് പർച്ചേസ് ചെയ്തെന്നുള്ളത് പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതൊരു സേവ് as PDF എന്ന് പറഞ്ഞിട്ട് ഇതൊരു PDF ഫയലായിട്ടായാലും സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പേര് കൊടുത്താൽ മതി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ വീണ്ടും ആക്സസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഇതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം വീണ്ടും നമുക്കിത് വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്സ് എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫോണിൽ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺട്രി കോഡൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഫോണിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കമ്പ്യൂട്ടറായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ വേറൊരാളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, വേറൊരാളുടെ മെയിൽ ID-യിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എക്സാമിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ തന്നെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.